5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റായ ദ ഹാപ്പി പ്രിൻസ് ആണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ പാഠത്തിലെ ദ സിറ്റി സൈറ്റ്സ്, ദ സാക്രിഫൈസ്, ദ ട്രാജിക് എൻഡ് എന്നീ ഭാഗങ്ങൾ പഠിക്കാം. അതോടൊപ്പം ന്യൂസ് റിപ്പോർട്ട്, പ്രോജക്റ്റ് എന്നിവയും തയ്യാറാക്കാം. മറ്റു പ്രവർത്തനങ്ങളും ചെയ്തു നോക്കാം. ദ സിറ്റി സൈറ്റ്സ്, നഗരത്തിലെ കാഴ്ചകൾ. ഡിയർ ലിറ്റിൽ സ്വാലോ, said the prince, fly over my city and tell me what you see there. പ്രിയപ്പെട്ട കൊച്ചുകുരുവി, രാജകുമാരൻ പറഞ്ഞു, എന്റെ ഈ നഗരത്തിനു മുകളിലൂടെ പറക്കൂ, എന്നിട്ട് അവിടെ നീ എന്താണ് കണ്ടത് എന്ന് എന്നോട് പറയൂ. The swallow flew over the great city and saw the rich making merry while the beggars were sitting at the gates. കൊച്ചുകുരുവി നഗരത്തിനു മുകളിലൂടെ പറന്നു. അവിടെ അവൻ എന്താണ് കണ്ടത്? പണക്കാരായ ആളുകൾ സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു. അതേസമയം യാചകരായ പാവപ്പെട്ട ആളുകൾ അവരുടെ ഗേറ്റിനു മുന്നിൽ ഇരിക്കുന്നു, അവരുടെ ദയവിനായി കാത്തിരിക്കുന്നു. ഇതാണ് കൊച്ചുകുരുവി കണ്ടത്. He flew into the dark lanes and saw the white faces of starving children. അവിടുത്തെ ഇരുണ്ട വഴികളിലൂടെ അവൻ പറന്നു. അവിടെ അവൻ കണ്ടത് പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ വിളറി വെളുത്ത മുഖങ്ങളായിരുന്നു. Then he flew back and told the prince what he had seen. കൊച്ചുകുരുവി തിരിച്ച് രാജകുമാരന്റെ അടുത്തേക്ക് പറന്നു വന്നു. അവിടെ അവൻ എന്താണ് കണ്ടത് എന്ന് രാജകുമാരനോട് പറഞ്ഞു. ഒരു പുതിയ വാക്ക് പഠിച്ചു അല്ലേ? സ്റ്റാർവിംഗ്. സ്റ്റാർവിംഗ് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുക എന്നാണ് അർത്ഥം. ടു സഫർ ഓർ ഡൈ or cause to suffer or die from lack of food. ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുകയോ കഷ്ടപ്പാടുകൊണ്ട് മരിക്കുകയോ ചെയ്യുന്നതിനാണ് സ്റ്റാർവിംഗ് എന്ന് പറയുന്നത്. I am covered with fine gold, said the prince. You must take it off, leaf by leaf, and give it to my poor people. ഞാൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്, രാജകുമാരൻ പറഞ്ഞു. നിനക്കതെടുക്കാം. ലീഫ് ബൈ ലീഫ്, ഓരോ പാളികളായി അടർത്തിയെടുക്കാം. ആൻഡ് ഗിവ് ഇറ്റ് ടു മൈ പുവർ പീപ്പിൾ, എന്നിട്ട് അത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം. ദേ ഓൾവേസ് തിങ്ക് ദാറ്റ് ഗോൾഡ് ക്യാൻ മേക്ക് ദം ഹാപ്പി. സ്വർണം കിട്ടിയാൽ സന്തോഷമുണ്ടാകുമെന്നാണ് അവർ കരുതുന്നത്. സ്വർണം അവരെ സന്തോഷിപ്പിക്കും. ലീഫ് ആഫ്റ്റർ ലീഫ് ഓഫ് ദ ഫൈൻ ഗോൾഡ് ദ സ്വാലോ പിക്ഡ് ഓഫ് till the happy prince looked quite dull and grey. സന്തോഷവാനായ രാജകുമാരനെ കണ്ടാൽ ഇരുണ്ട് ചാര നിറത്തിലാകുന്നതുവരെ നമ്മുടെ കൊച്ചുകുരുവി ഹാപ്പി പ്രിൻസിന്റെ മുകളിലുള്ള ആ സ്വർണ്ണ നിറത്തിലുള്ള പാളികൾ അടർത്തിയെടുത്തു. He took it to the poor and the children's faces grew rosier and they laughed and played games in the street. നമ്മുടെ കൊച്ചുകുരുവി ഈ സ്വർണ്ണദലങ്ങൾ പാവപ്പെട്ടവർക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ മുഖം ചുവന്നു തുടുത്തു. അവർക്ക് സന്തോഷമായി. അവർ തെരുവിൽ കളിക്കാൻ തുടങ്ങി. We have bread now, they cried. നമുക്കിപ്പോൾ ആവശ്യത്തിന് ആഹാരമുണ്ട്, അവർ സന്തോഷം കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇനി ഒരു ചോദ്യം നോക്കാം. Did the gold given by the prince make the people in the city happy? രാജകുമാരൻ കൊടുത്ത സ്വർണം ആ നഗരത്തിലെ ആളുകളെ സന്തോഷിപ്പിച്ചോ? How do we know? അത് നമുക്ക് എങ്ങനെ അറിയാം? Yes, the gold given by the prince made the people happy. രാജകുമാരൻ കൊടുത്ത സ്വർണം അവിടുത്തെ ആളുകളെ സന്തോഷിപ്പിച്ചു അല്ലേ? Their children's face grew rosier and they laughed and played games in the street. അവരുടെ കുട്ടികൾ സന്തോഷം കൊണ്ട് ചുവന്നു തുടുത്തു. അവർ തെരുവിൽ കളിക്കാൻ തുടങ്ങി. We have bread now, they cried. നമുക്കിപ്പോൾ ആവശ്യത്തിന് ആഹാരമുണ്ട്, അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. The sacrifice, ത്യാഗം. Then the snow came. അപ്പോഴേക്കും മഞ്ഞ് വന്ന് നിറഞ്ഞു. The poor little swallow grew colder and colder, but he would not leave the prince. He loved him too well. നമ്മുടെ കൊച്ചുകുരുവിക്ക് തണുത്തു വിറയ്ക്കാൻ തുടങ്ങി. പക്ഷെ അവൻ ആ രാജകുമാരനെ വിട്ടു പോയില്ല. കാരണം കൊച്ചുകുരുവി രാജകുമാരനെ അത്രയധികം സ്നേഹിച്ചിരുന്നു.
He tried to keep himself warm by flapping his wings. തന്റെ ചിറകുകൾ വീശി സ്വയം ചൂട് പിടിപ്പിക്കാൻ അവൻ ശ്രമിച്ചു. But at last he knew that he was going to die. പക്ഷേ അവസാനം അവന് മനസ്സിലായി താൻ മരിക്കാൻ പോവുകയാണ്. He had just strength to fly up to the prince's shoulder once more. ഒരിക്കൽ കൂടി രാജകുമാരന്റെ തോളിലേക്ക് പറന്നു പൊങ്ങാനുള്ള ശക്തിയെ അവനുണ്ടായിരുന്നുള്ളൂ. ഗുഡ് ബൈ ഡിയർ പ്രിൻസ്, ഹി മർമേർഡ്. ഗുഡ് ബൈ രാജകുമാര, അവൻ പതുക്കെ പറഞ്ഞു. ഐ ആം ഗ്ലാഡ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഈജിപ്റ്റ് അറ്റ് ലാസ്റ്റ്, ലിറ്റിൽ സ്വാലോ സെഡ് ദ പ്രിൻസ്. അവസാനം നീ ഈജിപ്തിലേക്ക് പോകാൻ തീരുമാനിച്ചു, അതിൽ എനിക്ക് സന്തോഷമുണ്ട് പ്രിയപ്പെട്ട കുരുവി, രാജകുമാരൻ പറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് ടു ഈജിപ്റ്റ് ദാറ്റ് ഐ ആം ഗോയിങ്, സെഡ് ദ സ്വാലോ. ഞാൻ ഈജിപ്തിലേക്കല്ല പോകുന്നത്, കുരുവി പറഞ്ഞു. ഹി ഫെൽ ഡൗൺ ഡെഡ് അറ്റ് ഹിസ് ഫീറ്റ്. അത് പറഞ്ഞുകൊണ്ട് കൊച്ചു കുരുവി രാജകുമാരന്റെ കാൽച്ചുവട്ടിലേക്ക് വീണ് മരിച്ചു. At that moment, a curious crack sounded inside the statue, as if something had broken. അതേ നിമിഷത്തിൽ തന്നെ രാജകുമാരന്റെ ഉള്ളിൽ നിന്നും വലിയ എന്തോ ഒന്ന് പൊട്ടിത്തകരുന്ന ശബ്ദം കേട്ടു. The leaden heart had snapped right in two. രാജകുമാരന്റെ ഈയം കൊണ്ടുള്ള ഹൃദയം കൃത്യം രണ്ടായി പിളർന്ന് വീണു. കഴിഞ്ഞ പാരഗ്രാഫിൽ ചില പുതിയ പദങ്ങൾ പരിചയപ്പെട്ടു അല്ലേ? ഏതൊക്കെയാണവ? ഫ്ലാപ്പിംഗ്, മർമേർഡ്, ക്യൂരിയസ്, ലെഡൻ ഹാർട്ട്, സ്നാപ്ഡ്. എന്താണ് ഇവയുടെയൊക്കെ അർത്ഥം? നമുക്ക് നോക്കാം. ഫ്ലാപ്പിംഗ്, ടു മൂവ് അപ്പ് ആൻഡ് ഡൗൺ ഓർ ഫ്രം സൈഡ് ടു സൈഡ്. വീശുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുക എന്നൊക്കെയാണ് ഫ്ലാപ്പിംഗിന്റെ അർത്ഥം. മർമേർഡ്, സേ സംതിങ് ഇൻ എ ലോ ആൻഡ് ക്വയറ്റ് വോയിസ്. വളരെ പതുക്കി സംസാരിക്കുക, പിറുപിറുക്കുക എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ക്യൂരിയസ്, അൺയൂഷ്വൽ ഓർ സ്ട്രേഞ്ച്, വിചിത്രമായ. ലെഡൻ ഹാർട്ട്, ഹാർട്ട് മെയ്ഡ് അപ്പ് ഓഫ് ലെഡ്, ഈയം കൊണ്ടുണ്ടാക്കിയ ഹൃദയം. സ്നാപ്ഡ്, ബ്രോക്ക് സഡൻലി വിത്ത് എ ഷാർപ്പ് നോയ്സ്, വലിയ ശബ്ദത്തോടെ പൊട്ടിത്തകരുക. വാട്ട് ഹാപ്പൻഡ് ടു ദ പ്രിൻസ്? എന്താണ് രാജകുമാരന് സംഭവിച്ചത്? വാട്ട് സൗണ്ട് വാസ് ദർ? അറ്റ് ദ വെരി സെയിം മൊമെന്റ് ദ സ്വാലോ ഫെൽ ഡൗൺ ആൻഡ് ഡൈഡ്. എ ക്യൂരിയസ് ക്രാക്ക് സൗണ്ടഡ് ഇൻസൈഡ് ദ സ്റ്റാച്യു ആസ് ഇഫ് സംതിങ് ഹാഡ് ബ്രോക്കൺ. എപ്പോഴാണോ നമ്മുടെ കൊച്ചു കുരുവി താഴെ വീണ് മരിച്ചത്, അതേ സമയം തന്നെ രാജകുമാരന്റെ പ്രതിമയിൽ നിന്നും ഒരു വലിയ ശബ്ദം വന്നു. എന്തോ പൊട്ടിത്തകർന്നതുപോലെയുള്ള ശബ്ദമായിരുന്നു അത്. The leaden heart had snapped right in two. ഈയം കൊണ്ടുള്ള രാജകുമാരന്റെ ഹൃദയം കൃത്യം രണ്ടായി പിളർന്നു. The tragic end, ദാരുണമായ അന്ത്യം. Early the next morning, the mayor was walking in the square below in company with the town councillors. പിറ്റേ ദിവസം രാവിലെ മേയറും കൗൺസിലേഴ്സും കൂടി അതുവഴി നടക്കുകയായിരുന്നു. As they passed the column, he looked up at the statue. ഹാപ്പി പ്രിൻസിന്റെ പ്രതിമ നിൽക്കുന്ന ആ തൂണിനു താഴെ കൂടി നടന്നപ്പോൾ അദ്ദേഹം ആ പ്രതിമയിലേക്ക് നോക്കി. Dear me, how shabby the happy prince looks, he said. അയ്യോ, ഹാപ്പി പ്രിൻസിന്റെ പ്രതിമ എന്തൊരു വൃത്തിഹീനമായിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. And here is actually a dead bird at his feet. മാത്രമല്ല, ഒരു പക്ഷി അദ്ദേഹത്തിന്റെ കാലടികൾക്ക് താഴെ ചത്തുകിടക്കുന്നുമുണ്ട്. Continued the mayor. മേയർ തുടർന്നു പറഞ്ഞു. As he is no longer beautiful, he is no longer useful. ഭംഗിയില്ലാത്തിടത്തോളം കാലം അദ്ദേഹത്തെ കൊണ്ട് ഉപയോഗവുമില്ല. It's time we pull down this statue. ഈ പ്രതിമ താഴെ ഇറക്കേണ്ട സമയമായിരിക്കുന്നു. So they pulled down the statue of the happy prince. അതിനാൽ അവർ ഹാപ്പി പ്രിൻസിന്റെ പ്രതിമ താഴേക്ക് ഇറക്കി. ഐറിഷ് കവിയും നാടകകൃത്തുമായ ഓസ്കാർ വൈൽഡാണ് ഹാപ്പി പ്രിൻസ് എന്ന കഥ രചിച്ചത്. ഈ വരികളിൽ പഠിച്ച പുതിയ പദം ഏതാണ്? ഷാബി. ഷാബി മീൻസ് അൺടൈഡി ഓർ ഇൻ ബാഡ് കണ്ടീഷൻ, വൃത്തിഹീനമായ
അല്ലെങ്കിൽ ഭംഗിയില്ലാത്ത എന്നൊക്കെയാണ് ഷാബി എന്ന വാക്കിന്റെ അർത്ഥം. ഇനി ഒരു പ്രവർത്തനം നോക്കാം. ഇമാജിൻ യു ആർ ദ റിപ്പോർട്ടർ ഓഫ് എ ലോക്കൽ ഡെയിലി ഓഫ് ദ സിറ്റി. Prepare a news report on the pulling down of the statue of the Happy Prince. നിങ്ങൾ നഗരത്തിലെ ഒരു ദിനപത്രത്തിലെ റിപ്പോർട്ടറാണെന്ന് സങ്കല്പിക്കൂ. എന്നിട്ട് ഹാപ്പി പ്രിൻസിന്റെ പ്രതിമ താഴെ ഇറക്കിയതിനെ കുറിച്ച് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കൂ. ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഹെഡിംഗ്, തലക്കെട്ട്, പ്ലേസ് ആൻഡ് ഡേറ്റ്, സ്ഥലവും തീയതിയും, when it occurred, എപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്ന കാര്യം, where it occurred, എവിടെയാണ് സംഭവിച്ചത്, how it occurred, എങ്ങനെയാണ് സംഭവിച്ചത്, detailing of the news, വാർത്തയുടെ വിശദീകരണം, who all are involved in the incident, ഈ സംഭവത്തിൽ ആരൊക്കെ ഉൾപ്പെട്ടു എന്ന കാര്യം. ഹാപ്പി പ്രിൻസ് pulled down. Ireland, March 1. The statue of the Happy Prince in the city was pulled down from its tall column yesterday. നഗരത്തിലെ ഹാപ്പി പ്രിൻസിന്റെ പ്രതിമ ഇന്നലെ അതിന്റെ വലിയ തൂണിൽ നിന്നും താഴെ ഇറക്കി. It was done as per the order of the city mayor. സിറ്റി മേയറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇങ്ങനെ ചെയ്തത്. The mayor, the councillors, the other officials and a large crowd witnessed the incident. മേയറും കൗൺസിലേഴ്സും മറ്റുദ്യോഗസ്ഥരും വമ്പിച്ച ജനാവലിയും ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായി. The mayor asked to do so because the statue lost its beauty and elegance. പ്രതിമയ്ക്ക് അതിന്റെ ഭംഗിയും ഗാംഭീര്യവും നഷ്ടപ്പെട്ടതുകൊണ്ടാണ് മേയർ ഇങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെട്ടത്. It lost its gold leaves which is gilded all over the body and lost the precious stones which were used to decorate the statue. ഈ പ്രതിമയെ പൊതിഞ്ഞിരുന്ന സ്വർണം കൊണ്ടുള്ള പാളികളും അതിനെ അലങ്കരിച്ചിരുന്ന വിലപിടിപ്പുള്ള കല്ലുകളും നഷ്ടപ്പെട്ടിരുന്നു. The statue became dull and grey. ഈ പ്രതിമ ഇരുണ്ടതും ചാരനിറത്തിലുമുള്ളതായി മാറിയിരുന്നു. The mayor promised the citizens that they will reinstall the statue after the repair works. കേടുപാടുകൾ തീർത്ത ശേഷം പ്രതിമ വീണ്ടും അവിടെ പ്രതിഷ്ഠിക്കും എന്ന് മേയർ അവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പു നൽകി. മറ്റൊരു ചോദ്യം. വിന്റർ വാസ് ഫാസ്റ്റ് അപ്രോച്ചിങ്. മഞ്ഞുകാലം വേഗത്തിൽ വരികയാണ്. The swallow wanted to go to Egypt. കുരുവിക്ക് ഈജിപ്തിലേക്ക് പോകണം. All his friends were waiting for him there. അവന്റെ എല്ലാ കൂട്ടുകാരും അവന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. But the happy prince wanted him to stay. പക്ഷേ സന്തോഷവാനായ രാജകുമാരൻ അവൻ ഇവിടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. That night the swallow sank into deep thought. അന്നു രാത്രി നമ്മുടെ കൊച്ചുകുരുവി വലിയ ചിന്തയിൽ മുഴുകി. What could his thoughts be? എന്തായിരിക്കാം അവന്റെ ചിന്തകൾ? Write them down. എഴുതി നോക്കൂ. The winter is approaching. മഞ്ഞുകാലം വന്നുകൊണ്ടിരിക്കുകയാണ്. All my friends reached Egypt. എന്റെ എല്ലാ കൂട്ടുകാരും ഈജിപ്തിലെത്തി. But I can't. പക്ഷേ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. I met a new friend, Happy Prince. എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടി, സന്തോഷവാനായ രാജകുമാരൻ. He is a very kind prince. അവൻ വളരെ ദയാലുവായ രാജകുമാരനാണ്. He wants to help the poor people. അവൻ പാവപ്പെട്ടവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. But he is helpless. പക്ഷേ അതവന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. He lost his eyes. അവന്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടു. I have to support him. ഞാൻ അവനെ സഹായിക്കണം. He asked me to be his messenger. അവൻ എന്നോട് അവന്റെ സന്ദേശവാഹകനാകാൻ പറഞ്ഞു. So I am staying here with him. അതുകൊണ്ട് ഞാൻ അവന്റെ കൂടെ ഇവിടെ നിൽക്കുകയാണ്. I am happy to do so. അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. But I am very anxious that whether I can survive the winter. പക്ഷേ ഈ മഞ്ഞുകാലത്തെ അതിജീവിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് ആശങ്കയുണ്ട്. Read the following expressions taken from the story The Happy Prince. The Happy Prince എന്ന കഥയിൽ നിന്നുള്ള ചില എക്സ്പ്രഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. Leaden heart,
golden cheeks. The words leaden and golden are describing words. Match the describing words given in column A with the ones given in column B. നേരത്തെ കണ്ട ഡിസ്ക്രൈബിംഗ് വേർഡ്സ് പോലെ കോളം ബിയിലെ വേർഡ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് കോളം എയിൽ കൊടുത്തിരിക്കുന്നത്. അവ മാച്ച് ചെയ്യുക, ചേരുംപടി ചേർക്കുക. റോസി ലിപ്സ്, chubby cheeks, tidy hands, sleepy eyes, shining teeth, curly hair, pointy nose, clumsy belly. Flying in the sky, the swallow saw a lot of human miseries in the city. ആകാശത്തിലൂടെ പറക്കുമ്പോൾ നമ്മുടെ കൊച്ചുകുരുവി ഒരുപാട് മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ കണ്ടു, അല്ലേ? Such miseries can be seen in the present world also. അതുപോലുള്ള കഷ്ടപ്പാടുകൾ ഇന്നത്തെ ലോകത്തിലും ഉണ്ട്. ഇത്തരം മിസറീസിനെ കുറിച്ചുള്ള പത്രവാർത്തകൾ കൊണ്ടുള്ള ഒരു കൊളാഷ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് സാധാരണയായി പത്രങ്ങളിൽ നമ്മൾ കാണുന്നത്? ഇവിടെ കുറച്ച് പത്രവാർത്തകളും ചിത്രങ്ങളും വെച്ച് ഒരു കൊളാഷ് തയ്യാറാക്കിയിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം. നമ്മൾ സ്ഥിരമായി വാർത്തകളിൽ വായിക്കാറുള്ള ചില ദുരിതങ്ങൾ അഥവാ മിസറീസും അവ എങ്ങനെ തടയാമെന്നും നമുക്ക് നോക്കാം. പാൻഡമിക്, മഹാമാരി. പ്രോപ്പർ കെയർ ആൻഡ് ഹൈജീൻ, കൃത്യമായ സുരക്ഷയും ശുചിത്വവും പാലിക്കുക. മെഡിക്കൽ സപ്പോർട്ട് ആൻഡ് വാക്സിനേഷൻ, കൃത്യമായി ഡോക്ടറെ കാണുകയും വാക്സിനേഷൻ എടുക്കുകയും ചെയ്യുക. വാർ ആൻഡ് ന്യൂക്ലിയർ വെപ്പൺസ്, യുദ്ധവും ആണവായുധങ്ങളും. സേ നോ ടു വാർ, യുദ്ധത്തോട് നോ പറയുക. റീഹാബിലിറ്റേറ്റ് വാർ വിക്ടിംസ്, യുദ്ധത്തിനിരയായവരെ പുനരധിവസിപ്പിക്കുക. പോവർട്ടി, ദാരിദ്ര്യം. ഹെൽപ്പ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുക. പ്രൊവൈഡ് ഫുഡ് ആൻഡ് ഷെൽട്ടർ ടു ദ പുവർ, പാവപ്പെട്ടവർക്ക് ആഹാരവും പാർപ്പിടവും നൽകുക. ഹോംലെസ്നെസ്, പാർപ്പിടമില്ലാത്ത അവസ്ഥ. ഹെൽപ്പ് ദ ഹോംലെസ് പീപ്പിൾ, വീടില്ലാത്തവരെ സഹായിക്കുക. നീഡ് പ്രോപ്പർ ആക്ഷൻ ഓഫ് ദ ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ കൃത്യമായ ഇടപെടലുകൾ. അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. പ്രൊവൈഡ് ട്രെയിനിങ്, ഗവൺമെന്റ് എയ്ഡ് ടു ദ യൂത്ത് ടു ബിഗിൻ ന്യൂ സ്റ്റാർട്ടപ്സ്, ട്രെയിനിങ് കൊടുക്കുക. യുവാക്കൾക്ക് പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള അവസരം ഗവൺമെന്റ് ലഭ്യമാക്കുക. പൊല്യൂഷൻ, മലിനീകരണം. അവെയർ ദ പബ്ലിക് അബൌട്ട് ദ ഹെൽത്ത് ഹൈജീൻ ഇഷ്യൂസ് കോസിംഗ് ബൈ പൊല്യൂഷൻ, മലിനീകരണം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യപരവും ശുചിത്വപരവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക. നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ. പ്രൊട്ടക്ട് ദ എൻവയൺമെന്റ്, പ്രകൃതിയെ സംരക്ഷിക്കുക. സേവ് അവർ നാച്ചുറൽ റിസോഴ്സസ്, നമ്മുടെ പ്രകൃതി സമ്പത്ത് സംരക്ഷിക്കുക. അപ്പോൾ ഹാപ്പി പ്രിൻസ് എന്ന കഥയും അതിലെ പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.